ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വരിക്കാശ്ശേരി മനയുടെ മുൻപിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടതും പരിചയമുള്ളതായ ഒരു സ്ഥലമാണ്. നീലകണ്ഠൻ്റെ മംഗലശ്ശേരിയും ജഗന്നാഥൻ്റെ കനിമംഗലവും പിന്നെ ശ്രീഹരിയുടെ ചിറക്കലും ഒക്കെയായ വരിക്കാശ്ശേരി മന. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റിക്കാണാം ഇനി. അവരുടെ കോമ്പൗണ്ടിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടറാണ് ആദ്യം കാണുന്നത്. 30 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. ടിക്കറ്റിൽ ഹാഫ് ആൻ അവർ ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിലും തിരക്കില്ലെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം. മനയുടെ സൈഡിലും ഫ്രണ്ടിലുമായിട്ട് പാർക്കിംഗ് സ്പേസ് ഒരുപാടുണ്ട്. ഞങ്ങൾ സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. അവിടെ ചെല്ലുമ്പോഴേ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് പടിപ്പുരയും അവിടുത്തെ ചാരുകസേരയും തന്നെയാണ്. നമ്മുടെ രേവതി ഡാൻസ് കളിച്ച സ്ഥലം അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? പിന്നെ ചിത്രപ്പണികളൊക്കെയുള്ള വാതിലും മ്യൂറൽ ആർട്ടൊക്കെയുള്ള വോളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അകത്ത് ചെല്ലുമ്പോഴത്തേക്കിനും 4 കെട്ട്, അതിൻ്റെ 4 വശത്തും മുറികളാണ്. അതിലെ ബെഡ്റൂംസൊക്കെ അടച്ചിരിക്കുകയാണ്. ചില റൂംസിൽ മാത്രമേ നമുക്ക് ആക്സസ് ഉള്ളൂ. വാതിലിൻ്റെ റൈറ്റ് സൈഡിൽ മ്യൂറൽ ആർട്ടാണ് ഫുള്ള്. ഇവിടെയാണ് ലാലേട്ടൻ ഹരിമുരളീരവം പാടിയത്. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാളാണെന്ന് മനസ്സിലായത് തൊട്ടപ്പുറത്തെ കിച്ചൺ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. കിച്ചൺ നല്ല വലിപ്പമുള്ളതായിരുന്നു. അവിടെ ഒരു വലിയ ആട്ടുകല്ലും വെച്ചിട്ടുണ്ട്. കിച്ചൺ സ്ലാബിനോട് ചേർന്ന് തന്നെയാണ് കിണറും. നല്ല ആഴമുള്ള കിണറായിരുന്നു. പണ്ടത്തെ കിച്ചൺ സിങ്ക്. പിന്നെ ഈ അടുക്കള 2 അടുപ്പുള്ളതാണ് കേട്ടോ. ഇതല്ലാതെ വേറൊരു അടുക്കളയും കൂടെ മനയിലുണ്ട്. സ്ലാബിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ചെറിയൊരു ഷെൽഫും പിന്നെ കിച്ചണിൻ്റെ കോർണറിൽ തന്നെ മച്ചിലേക്ക് പോകാനുള്ള ചെറിയൊരു ലാഡറും വെച്ചിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ കിച്ചൺ. ഇവിടുത്തെ അടുപ്പ് മറ്റേ അടുപ്പിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരുന്നു. അതായത് നിലത്തുനിന്ന് അങ്ങോട്ട് കുഴിഞ്ഞു കിടക്കുന്ന പോലത്തെ അടുപ്പായിരുന്നു കേട്ടോ. കിച്ചണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വലിയൊരു ആനക്കൊട്ടിലുണ്ട് കേട്ടോ. ആനകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ തന്നെ അവിടെ ഒരു ലോറി ഉണ്ടായിരുന്നു. ആനയുടെ പടമൊക്കെ ഉണ്ടായിരുന്നു. ആനക്കൊട്ടിൽ നിന്ന് അപ്പുറത്തിരിക്കുന്ന പാടം മുഴുവനായിട്ടും കാണാം.
അടുക്കള ഭാഗത്തു നിന്ന് പുറത്തിറങ്ങി നാലുകെട്ടിലേക്ക് നടന്നു കഴിഞ്ഞാൽ പിന്നെയും ബെഡ്റൂംസാണ്. പക്ഷേ അവിടെയൊന്നും നമുക്ക് ആക്സസിബിൾ അല്ല, എല്ലാം ലോക്ക്ഡാണ്. എനിക്ക് തോന്നുന്നു അതിനകത്തൊക്കെ ഫർണിച്ചർ ഉണ്ടാവാം. സിനിമാക്കാരൊക്കെ വരുമ്പോൾ മാത്രമായിരിക്കും ഷൂട്ട് നടത്താനൊക്കെ ആയിരിക്കും അവർ തുറന്നു കൊടുക്കുന്നത്. വലിയൊരു നടുമുറ്റമാണ് ഈ മനയിലുള്ളത്. പിന്നെ ഒരു സൈഡിലായിട്ട് തുളസിത്തറയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ തുളസിയൊന്നുമല്ല, വേറെ ഏതോ ചെടിയാണ്. ഞങ്ങളവിടെ ചെന്നപ്പോൾ ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും കൂടാതെ മുകളിൽ 2 നിലകൾ കൂടിയുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെയൊന്നും ആക്സസിബിൾ അല്ല. പണ്ട് ആളുകളെ കയറ്റിയിരുന്നു. ആളുകൾ മതിലൊക്കെ വരച്ച് നശിപ്പിച്ചതുകൊണ്ട് ഇപ്പോൾ ആരെയും അവിടെ കടത്തിവിടുന്നില്ല. ഇതാണ് പത്തായപ്പുര. മനയുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് പത്തായപ്പുര. പണ്ടുകാലത്ത് കൊയ്ത്തൊക്കെ നടത്തി ശേഖരിച്ചിരുന്നത് അവിടെയായിരുന്നു. പിന്നെ പണിക്കാർക്കുള്ള അത്യാവശ്യ താമസ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അവിടെ. ഇവിടെയും ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ട്. ദേവാസുരം സിനിമയിലെ രേവതിക്ക് ഇവിടെയായിരുന്നു താമസ സൗകര്യം ലാലേട്ടൻ ഒരുക്കിയത്. സ്റ്റെപ്പ് കയറി മേളിൽ ചെല്ലുമ്പോഴേ നീണ്ട വരാന്തയാണ്. ഇവിടെയും മേളിലത്തെ ഒരു നില മാത്രമേ ആക്സസ് ഉള്ളൂ നമുക്ക്. അതിൻ്റെ മേളിലത്തെ സ്റ്റെപ്പ് ലോക്ക്ഡാണ്. അപ്പോൾ ഇതൊരു മുറിയാണ്. ഇതിൻ്റെ നെക്സ്റ്റ് ഇരിക്കുന്ന മുറിയും അറ്റാച്ച്ഡ് ആണ്. അതായത് ഒരു ഡോറ് വെച്ച് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ദേവാസുരം സിനിമയിലെ അങ്കോമാങ്കം പാട്ടിന് മുമ്പായിട്ട് രേവതി മേക്കപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥലം ഇതാണ്. തേർഡ് റൂമിൽ ടൈൽസ് പോലുള്ള എന്തോ ഫ്ലോറിംഗ് ആണ് ചെയ്തേക്കുന്നത്. മൂന്നാമത്തെ മുറിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സ്പൈറൽ പോലെയുള്ളൊരു സ്റ്റെപ്പാണ്. ഇതുവഴി താഴോട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കിന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴി തന്നെയാണ്. ഇതുവഴിയൊക്കെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷികളുടെ സൗണ്ടും ഓപ്പോസിറ്റ് മനയിലേക്കുള്ള കാഴ്ചയും ഒക്കെ ആയിട്ട് നല്ലൊരു ഫീല്.
മനയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് വേറെ ഒരു ചെറിയ പത്തായപ്പുരയും കൂടി ഉണ്ട്. പക്ഷേ അവിടെ ഇതുപോലെ ഇപ്പോൾ ആക്സസിബിൾ അല്ല. അവിടെ എന്തോ ഓഫീസ് റൂമൊക്കെ ആയിട്ട് ഇപ്പോൾ സ്റ്റാഫൊക്കെ കുറച്ച് പേര് താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് അമ്പലത്തിലേക്കുള്ള വഴിയാണ്. ഞങ്ങൾ ഉച്ച സമയത്ത് പോയത് കാരണം അമ്പലം അടച്ചിരിക്കുകയായിരുന്നു. ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അമ്പലത്തിനോട് ചേർന്ന് തന്നെ ക്ഷേത്രക്കുളവുമുണ്ട്. നല്ല ആഴമുള്ള കുളമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കൊച്ചു വീഡിയോ. ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. നമ്മൾ വരിക്കാശ്ശേരി മനയ്ക്ക് യാത്ര പറഞ്ഞ് പോവുകയാണ്. മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ബൈ. അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോരുമ്പോൾ മനസ്സ് നിറയെ നീലകണ്ഠനും ജഗന്നാഥനും ഉണ്ണിമായയും അവരുടെ ഡയലോഗ്സും ഒക്കെ ആയിരുന്നു. വീണ്ടും എന്തെങ്കിലും തിരിച്ചു വരാം എന്ന പ്രതീക്ഷയോടെയാണ് മടങ്ങി വരുന്നത്. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും പോരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് വരിക്കാശ്ശേരി മന.